നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആരവ ഒടുങ്ങും മുമ്പ് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയരുകയായി. അണിയറയിൽ വൻ നീക്കങ്ങളും നടക്കുന്നു. കുറച്ച് നാളുകളായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ മണം രാഷ്ട്രീയ രംഗത്ത് വളരെ നന്നായിട്ട് പടർന്നു പിടിച്ചിരിക്കുകയാണ്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെയാണ്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലമാണ് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് ഏതാണ്ടൊക്കെ തന്നെ ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത്, അപ്പോൾ ചോദിക്കും, ശശി തരൂർ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അദ്ദേഹം MP സ്ഥാനം രാജിവെക്കും. കാരണം കോൺഗ്രസിൽ നിന്ന് ദിനം പ്രതി അദ്ദേഹം അകന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ വയ്യ. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയെയും തിരിച്ചും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും BJPയും ഒക്കെ തന്നെ അദ്ദേഹത്തെ കൂടുതൽ ചേർത്ത് നിർത്തുകയും ചെയ്യും. അത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഒരു സഹമന്ത്രിയോ ഒന്നും ആക്കാം എന്നുള്ള ഒരു കരാറിന്മേലല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ചില കാര്യങ്ങളുണ്ട്. ചില നയതന്ത്ര ബന്ധങ്ങളിലാണ് അദ്ദേഹം സ്ഥാനം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിന്നാണല്ലോ 2009 തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം കൊണ്ടുവരുന്നത്. 2009 കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ വാളെടുത്തിറങ്ങിയതാണ്. ഇതിനെ എവിടെ നിന്നാണ് കെട്ടിയിറക്കിയത്? ഏത് ദന്തഗോപുരത്തിൽ ഇരിക്കുന്ന ആള്, മലയാളം അറിയാത്ത ആള് എന്നൊക്കെ തരൂരിനെ പുച്ഛിച്ചു, പരിഹസിച്ചു. 2009 നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2014 വിജയം ആവർത്തിച്ചു. 19 വിജയം. 24 അല്പം പരിങ്ങലായിരുന്നുവെങ്കിലും 15,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ പാർലമെന്റിൽ എത്തി. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനേക്കാൾ ശോഭിക്കുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹം തിളങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ച, അമേരിക്കൻ സന്ദർശനം, ഇവയൊക്കെ നമ്മുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ ആക്കം കൂട്ടുന്നു, ആഴം കൂടുന്നു എന്ന് അദ്ദേഹം ഇന്ത്യക്കാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു. കോൺഗ്രസ്സുകാരെല്ലാം അന്തം വിട്ടുപോയി. കോൺഗ്രസ്സുകാർ ഏതിനെ എതിർക്കുകയാണ്. നരേന്ദ്രമോദിയെ നഖശികാന്ത് എതിർത്തുകൊണ്ടിരിക്കുകയാണ് പപ്പുമോൻ. ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയുന്നുടൻ തന്നെ അദ്ദേഹം വിദേശത്തേക്ക് പോകും. വിദേശത്ത് നരേന്ദ്രമോദിയെ എതിർക്കുന്നവരുമായി കൂട്ടിച്ചേർന്ന് മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും പ്രസംഗിക്കുക എന്നുള്ളത് ഒരു ശീലമാക്കിയിട്ടുള്ള അദ്ദേഹത്തിന് ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു. നമ്മൾ വിചാരിച്ചതിലപ്പുറം വോട്ട് നേടുകയും ചെയ്തു. പക്ഷേ ഒരിക്കലും തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല. അതിന് പറ്റിയ ആള് മല്ലികാർജുൻ ഖാർഗെ പോലുള്ള ഒരാൾ തന്നെയാണ്. കാരണം ഖാർഗെ ആകുമ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വധേര ഗാന്ധിയും ഒക്കെ പറയുന്നത് ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു കൊള്ളും. തരൂർ അങ്ങനല്ല. തരൂർ തൻ്റെതായ വഴികളിലൂടെ കോൺഗ്രസിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കും. കോൺഗ്രസിനെ തിരുത്താൻ കഴിയില്ല, തിരുത്തിയിട്ടും പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് തരൂർ അകന്നു പോയിക്കൊണ്ടിരുന്നത്. തരൂരിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കോൺഗ്രസ്സുകാർക്കും താല്പര്യമില്ലാതായി. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും. തിരുവനന്തപുരത്ത് ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ വലിയ നയതന്ത്ര സ്ഥാനങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വളരെ ശക്തമായി വിജയിച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം നമുക്കുണ്ടാക്കിയിട്ടുള്ള മുറിവുകളെക്കുറിച്ചൊക്കെ ലോകത്ത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല സംഘങ്ങളായി തിരിച്ചുവിട്ടതിലെ ഒരു സംഘത്തിൻ്റെ തലവനായിരുന്നു ശശി തരൂര്. കോൺഗ്രസ്സുകാര് അതിനനുവദിച്ചതല്ല. നരേന്ദ്രമോദി തന്നെ നേരിട്ട് ശശി തരൂരിനെ ആ സ്ഥാനം ഏൽപ്പിക്കുകയാണ് ചെയ്തത്.
അങ്ങനെ അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ നേട്ടത്തെ പറ്റി സംസാരിച്ചു. ലോകം കൈയടിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷ, അനർഗളം സംസാരിക്കുന്ന രീതി, ഇതൊക്കെ ലോക ജനതയെ പിടിച്ചിരുത്താൻ കഴിയുന്നതാണ്. ഇനി എന്തായാലും ഒരു പഴയ ഒരു MP ആയിട്ടൊന്നും അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നയതന്ത്ര സ്ഥാനങ്ങളുടെ ഒരു ഇരിപ്പിടത്തേക്ക് ശശി തരൂർ വരുമ്പോൾ തിരുവനന്തപുരം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർക്കാണ് ഇപ്പോൾ വലിയ തലവേദന. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റും പോകുന്നു. ഇനി ഒരാളെ അവിടെ മത്സരിക്കാൻ ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞത് ശശി തരൂരിനോടൊപ്പം എത്തുന്ന ഒരാളെങ്കിലും ആയിരിക്കണ്ടേ. 2009 മുതൽ തിരുവനന്തപുരത്തുകാർ കാണുന്നത് ശശി തരൂരിനെയാണ്. ശശി തരൂരിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതാണ്. അത്രയുമെങ്കിലും എത്തിയില്ലെങ്കിലും ഏകദേശമെങ്കിലും അത്ര എത്തുന്ന ഒരാളെ വേണമല്ലോ അവിടെ എത്തിക്കാൻ. BJPയിൽ നിന്ന് എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ കളത്തിലിറക്കും എന്നുള്ളത് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖരനെ 2024 അതിനും ഒരു വർഷം മുമ്പ് ഇറക്കിയിരുന്നുവെങ്കിൽ തരൂരിനെ സുഖകരമായിട്ട് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. തരൂര് 2009 മുതൽ ഇവിടെ നിൽക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ അല്പം വൈകിയില്ലേ എന്നൊരു സംശയം നമുക്കുണ്ട്. പക്ഷേ അതിനുശേഷം തോൽവി ഉണ്ടായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തന്നെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമാക്കി. അപ്പോൾ അദ്ദേഹം മുഴുവൻ സമയം പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ നിന്നുകൊണ്ട്, തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് അനവരതം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രയത്നത്തിൻ്റെ ഒരു ഫലം അദ്ദേഹത്തിന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. അതായത് 2009 മുതൽ തരൂർ മത്സരിക്കുമ്പോഴും BJP ആണ് ഇവിടെ പ്രധാന എതിരാളിയായിട്ട് നിൽക്കുന്നത്. അതായത് ഇനിയൊരു മത്സരത്തിലേക്ക് മാറുമ്പോൾ എപ്പോഴും ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്. LDF കഴിഞ്ഞ കുറേ കാലമായിട്ട് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ആദ്യത്തേതാണ് തിരുവനന്തപുരം. പക്ഷേ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തത് കൊണ്ട് ആദ്യം പാർലമെന്റിൽ എത്താൻ കഴിഞ്ഞു. അവിടെ സുരേഷ് ഗോപിയുടെ ഒരു പരിവേഷമൊക്കെയാണ് ആ വിജയത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പലപ്പോഴും കോൺഗ്രസിന് ചിലയിടങ്ങളിൽ ഒരു രക്ഷകനായിട്ട് എത്തുന്നത് K മുരളീധരനാണ്. അദ്ദേഹം പണ്ട് വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് പരാജയപ്പെട്ടതൊക്കെ നമുക്കറിയാം, വടക്കാഞ്ചേരിയിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു പാഠം ഉൾക്കൊണ്ട് പിന്നീട് ഒരു മികച്ച നിയമസഭാ സാമാജികനും ഒക്കെയായി മാറി, നല്ല പാർലമെന്റേറിയനായി മാറുകയുണ്ടായി. പിന്നീട് വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. വട്ടിയൂർക്കാവിനെ അദ്ദേഹം സ്വന്തമാക്കി. കരുണാകരൻ പണ്ട് മാള സ്വന്തമാക്കിയതുപോലെ, മാളയിലെ മാണിക്യമെന്നാണല്ലോ കരുണാകരനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതുപോലെ വട്ടിയൂർക്കാവുകാർക്ക് പ്രിയങ്കരനായി മുരളീധരൻ മാറി. മുരളീധരന്റെ പ്രിയപ്പെട്ട മണ്ഡലമായി വട്ടിയൂർക്കാവും മാറി. വട്ടിയൂർക്കാവിൽ നിന്ന് അദ്ദേഹത്തെ വടകരയിലേക്ക് കൊണ്ടുപോയി. 2019 P ജയരാജനാണെന്ന് CPMന്റെ സ്ഥാനാർത്ഥി. P ജയരാജനെ തറ പറ്റിക്കാനായിട്ട് K മുരളീധരന് സാധിച്ചു. അങ്ങനെ 2019 മുതൽ അദ്ദേഹം മണ്ഡലത്തിൽ വലിയ ഒരു സ്വാധീനമുണ്ടാക്കി. അതിനിടയ്ക്കാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേമത്ത് അദ്ദേഹം എത്തുന്നത്. നേമം 2016 BJP നേടിയ മണ്ഡലമാണ്. 2021 BJPയുടെ അതിശക്തമായ പ്രവർത്തനം കാരണം കൊണ്ടുപോയി തൊലച്ചു കൊടുത്തു. മുരളീധരൻ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ശിവൻകുട്ടി ജയിക്കുകയും ചെയ്തു. ജയിച്ചത് നന്നായി, നല്ലൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമുക്ക് കിട്ടിയില്ലേ. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം വടകരയിൽ 2024 വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഉടനെ കൊണ്ടുപോയി വടകരയിൽ നിന്ന് വണ്ടി കയറ്റി തൃശ്ശൂർ കൊണ്ടുപോയി ഇറക്കിയത്, സുരേഷ് ഗോപിയെ തോപ്പിക്കണമെന്നും പറഞ്ഞു. അവസാനം K മുരളീധരനെ പാലം വലിക്കുകയും ചെയ്തു. ഒടുവിൽ ഇപ്പോൾ മുരളീധരൻ തന്നെ പറയുന്നുണ്ട്,
ഞാൻ ഇനിയും വട്ടിയൂർക്കാവിലായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കെ മുരളീധരനെ ആയിരിക്കും കോൺഗ്രസ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിശക്തമായ ഒരു മത്സരത്തിലേക്കായിരിക്കും തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് കടക്കാൻ പോവുക.